ഹേ ബ്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അശ്വതി. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കുറച്ച് സ്റ്റോക്ക് വരാനുണ്ട് എന്നും പറഞ്ഞായിരുന്നു. ആ സ്റ്റോക്സ് എല്ലാം നമ്മുടെ എത്തിക്കഴിഞ്ഞു. ഇനിയെല്ലാം വന്നിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ടൊരു ചെറിയ കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്നെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ് തരാൻ പോണത്. സോ എൻ്റെ പേര് അശ്വതി. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിഗ്നറാണ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാൻ മാരീഡാണ്. എനിക്കൊരു കൊച്ചു കുട്ടിയും കൂടെ ഉണ്ട്. സോ ഇത്രയാണ് എന്നെപ്പറ്റി ഉള്ളത്. സോ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റ്, ബാക്കി സ്റ്റോക്സ് എന്ന പ്രൊഡക്ട്സും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം അതിൻ്റെ റിവ്യൂവും അതിൻ്റെ റേറ്റും എല്ലാം ഞാൻ പരിചയപ്പെടും. സോ യൂറോപ്പ് ഗേളിൻ്റെ മേക്കപ്പ് ഫിക്സറാണ് ഇത്. അത്യാവശ്യം ഗ്ലോ തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം പ്രീമിയം പ്രൊഡക്റ്റാണ്. സോ ഇതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോവുകയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ, ഒരു മേക്കപ്പ് ബിഗിനറിന് ആദ്യം നമ്മൾ ചെറിയ അഫോർഡബിൾ റേറ്റിൽ പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിച്ച് അത് യൂസ് ചെയ്ത് അതൊരു പരിചയമായതിനു ശേഷം മാത്രമേ നമ്മൾ പ്രീമിയമോ ഹൈ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങാവൂ. അതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വലിയ ബ്രാൻഡ്സിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു എസ്റ്റി ലോണ്ടറുടെ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, അതുപോലെ ഷാരി ടെൽബറിയുടെ ഫൗണ്ടേഷനും കൺസീലറും ബ്ലഷും ഹൈലൈറ്റും ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ അതിന് മുന്നേ എന്തൊക്കെ ചെയ്താലായിരിക്കും അത് ലോങ് ലാസ്റ്റിംഗ് ആവണത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമേ ആ പ്രൊഡക്റ്റിലോട്ട് നമ്മൾ കടക്കാവൂ. അതിന് മുന്നേ ചെറിയ രീതിയിൽ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് യൂസ് ചെയ്ത്, അതും ബ്രൈഡിനല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്രൈഡിന് യൂസ് ചെയ്യണത്, ഏത് പ്രൊഡക്റ്റ് ബിഗ്നർ ആയാൽ പോലും ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും അത് ഹൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രീമിയം പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാവൂ ബ്രൈഡ്സിന്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, അവരൊരു സ്പെഷ്യൽ ഡേ ആണ്. സോ അതുകൊണ്ട് അവർക്ക് അത്രയും നന്നായിട്ട് ഒരുങ്ങണമെങ്കിൽ അത്രയും ലോങ് ലാസ്റ്റിംഗ് പ്രൊഡക്ട്സേ അവർക്ക് യൂസ് ചെയ്യാവൂ. ഇപ്പം ഞാൻ പറയുന്നത് ഒരു ഗസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ, ഒരു റിസപ്ഷൻ ലുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടി, അങ്ങനത്തെ ഒക്കെ ലുക്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആ പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് കാണിച്ചല്ലോ, യൂറോപ്പ് ഗേളിൻ്റെ മേക്കപ്പ് ഫിക്സറാണ് ഇത്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. റിവ്യൂവും കൂടെ പറയുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000 റുപ്പീസാണ്. ഞാൻ ഈ പ്രൊഡക്ട്സ് എല്ലാം നൈക്ക സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. നമ്മുടെ നൈക്ക സ്റ്റോറുണ്ട്, എറണാകുളത്താണ് അതിൻ്റെ മെയിൻ ബ്രാഞ്ച്. അപ്പം അവിടെ നിന്നാണ് ഞാൻ ഇതെല്ലാം പർച്ചേസ് ചെയ്തത്. കാരണം നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വേറെ ഒന്നുമില്ല. നമ്മൾ നേരിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഇത് മനസ്സിലാവും, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമുക്ക് മനസ്സിലാവും. സോ ഫസ്റ്റ് യൂറോപ്പ് ഗേളിൻ്റെ മേക്കപ്പ് ഫിക്സറാണ് ഇത്. അത്യാവശ്യം ഗ്ലോ തരുന്ന ഒരു ഇതാണ്. ഷേക്ക് ചെയ്തിട്ട് നമ്മളിത് യൂസ് ചെയ്യാവൂ. 1000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റാണ് ഇത്. ഇതിനകത്ത് വരുന്നത് ഓറഞ്ച് കളർ കറക്ടറും പിന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് കൺസീലറും കൂടെയാണ്. ഇതൊരു ക്രീം പ്രൊഡക്റ്റാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ് എങ്ങനെയാണെന്ന്. ഇതാണ് സംഭവം. ഇത് നമ്മൾ കാണിച്ചു തരാം, ഫോക്കസ് ചെയ്ത്. ഇതാണ് ഓറഞ്ച് കളർ കറക്ടർ. ബാക്കി ഇത്രയും ഷെയ്ഡ്സാണ്. ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത്രയും ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇതാണ് കൺസീലർ പാലറ്റാണ് ഇൻസൈറ്റിൻ്റെ. അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 420 ആണ്. സോറി, 240 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, 420 അല്ല കേട്ടോ. അപ്പം അത്യാവശ്യം ഒരു നോർമൽ ലുക്കിനൊക്കെ നമുക്ക് ഈ ഒരു കൺസീലർ പാലറ്റ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ആദ്യമേ ക്രീം പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യാൻ നോക്കണം. കാരണം നമുക്ക് ക്രീം പ്രൊഡക്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലെൻഡിങ് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്രീമിൽ നമുക്ക് ലിക്വിഡ് പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസിലി ബ്ലെൻഡ് ആവും. പക്ഷേ ക്രീം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലെൻഡിങ് നമുക്കൊന്ന് ഫിക്സ് ആക്കണമെങ്കിൽ നമ്മൾ ക്രീം പ്രൊഡക്റ്റ് തന്നെ ആദ്യം യൂസ് ചെയ്ത് നമ്മൾ ലിക്വിഡ് പ്രൊഡക്റ്റിലോട്ട് വരാൻ പാടുള്ളൂ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. നെക്സ്റ്റ് പറഞ്ഞാൽ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ജെൽ
ഐലൈനറാണ്. ഇത് 2 ഷെയ്ഡ്സ് ആണ്. ഒന്ന് ബ്രൗണും ഒന്ന് ബ്ലാക്കും ആണ്. ഞാൻ ബ്രൗൺ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ ബ്ലാക്കും കൂടെ വാങ്ങിച്ചു. ബ്ലാക്ക് ഞാൻ ഇതുവരെയും അൺബോക്സിങ് ചെയ്തിട്ടില്ല. ഞാൻ ബ്രൗൺ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. എല്ലാ ക്ലയൻസും എല്ലാ ബ്രൈഡ്സും ചിലർക്ക് ബ്രൗൺ മതി, ഐലൈനർ ബ്രൗൺ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ ബ്രൗൺ വാങ്ങിച്ചാണ്. ബ്ലാക്ക് ഇതുവരെയും പൊട്ടിക്കാൻ ഒരു അവസരം വന്നിട്ടില്ല. ബ്ലാക്കിൻ്റെ ഞാൻ ഐലൈനറാണ്, ലിക്വിഡ് ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ഏകദേശം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടിയുടെ. ഇത് 2 in 1 ആണ് കേട്ടോ. ഇതിനകത്ത് പൗഡർ ടൈപ്പും ഉണ്ട്, ജെൽ ടൈപ്പും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വരുന്നത് 429 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബട്ട് ഐ തിങ്ക് നൈക്കയിൽ ഇതിന് ഓഫർ ഉണ്ടെന്നാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് ഇതിൻ്റെ, അപ്പം ഇതിൻ്റെ കവറിങ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ഐലൈനർ, ഐബ്രോ ജെൽ ഐലൈനറാണ്. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതാണ് ബ്രൗൺ ആണ് കേട്ടോ. ഇതല്ലാണ്ട് പൗഡർ ടൈപ്പാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സോ നെക്സ്റ്റ് വരുന്ന സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് പ്രൈമറാണ്. ഇത് അത്യാവശ്യം ഒരു മേക്കപ്പിന് നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും, യൂസ് ചെയ്യാനും പറ്റും. നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ കാണിച്ചു തരാൻ കഴിയും ഇതെങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പുതിയ വെർഷനാണ് കേട്ടോ. പഴയ വെർഷൻ വേറൊരു ഇതായിരുന്നു, പക്ഷേ അതിലും ഇപ്പോൾ നല്ല മോഡിഫൈ ആയിട്ട് വന്ന ഒരു വെർഷനാണ്. സോ ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. പ്രൈമർ നല്ലപോലെ നമ്മൾ അറിയൂല, ഇത് ഇട്ടതായിട്ട് അറിയൂല. ഇത് എന്താ പറയുക, ഭയങ്കര ടീത്തില്ല, പൊടിയായിട്ട് വരുമല്ലോ, അങ്ങനത്തെ ഒരു സാധനമല്ല. നല്ല സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറിൻ്റെ റേറ്റ് വരുന്നത് 399 ആണ്. ബട്ട് ഇതിനകത്തുള്ള റേറ്റാണ്. നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുമ്പോൾ ഈ റേറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ നൈക്കയിലും മിന്ത്രയിലൊക്കെ നമുക്ക് ഇതിനകത്ത് ഓഫർ ഉണ്ട്. പക്ഷേ ഗൈസ്, നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കാവൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും അതിൽ ക്വാണ്ടിറ്റി ഡിഫറൻസ് ആയിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനത്തെ ക്വാളിറ്റിയൊക്കെ ഡിഫറൻസ് ആയിരിക്കും. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും ഗൈസ്. അപ്പം 399 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് FA ബ്യൂട്ടിയുടെ ഒരു ഹൈലൈറ്ററാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ടൊരു ഹൈലൈറ്റർ വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാം ഹൈലൈറ്റർ. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ കാണിച്ചു തരാം ഗൈസ് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണം. ഇതിൻ്റെ യൂസേജ് ഇങ്ങനെയാണ്. നല്ലൊരു ഹൈലൈറ്ററാണ്. നല്ലതായിട്ട് ഒരു ബ്ലെൻഡായി കിട്ടും. ഒരു നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് വരും. ഒരു ഷൈനിങ്, ഒരു ഗ്ലോ ടൈപ്പാണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണിത്. എനിക്കിത് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ടാപ്പ് ചെയ്താൽ മതി. എൻ്റെ കൈ വെച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇട്ടാൽ മതി. നല്ലൊരു ഷൈനിങ് ആയിട്ട് ഗൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 ആണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കഴിയും. നല്ലൊരു ഇതാണ്. ഇപ്പോൾ പുതിയൊരു ഹൈലൈറ്റർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം. അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അത് ഞാൻ ടാഗ് ചെയ്തേക്കാം ഗൈസ്. നെക്സ്റ്റ് വരുന്നത് 2 PACയുടെ പ്രൊഡക്റ്റാണ്. ഒന്ന് ഐബ്രോ ഡിഫൈനറും ഒന്ന് ഐബ്രോ പാലറ്റും. ഇത് 2 എണ്ണമാണ് വരുന്നത്. അതും ഞാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. PACയുടെ ഏത് പ്രൊഡക്റ്റും നല്ലൊരു പ്രൊഡക്റ്റാണ് PACയുടെ. എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റാണ് PACയുടെ. എന്തായാലും ഫൗണ്ടേഷൻ ആയാലും, ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ടല്ലോ, PACയുടെ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് 4 ഷെയ്ഡ്സ് ആണ് ഇതിന് വരുന്നത്. ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട്, പിന്നെ ഒരു മീഡിയം പീച്ച് കളർ പോലത്തെ ഒരു ഇതുണ്ട്. നമ്മൾ ഇതെല്ലാം പൗഡർ ടൈപ്പാണ് കേട്ടോ. ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ നല്ലൊരു അത്യാവശ്യം പ്രൊഡക്റ്റ്. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. റേറ്റും ഇത് 595 ആവണതേ ഉള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. നെക്സ്റ്റ് നമ്മൾ ഐബ്രോ പാലറ്റാണ് വരുന്നത്. അതിങ്ങനെയാണ്. ഇത് സംഭവം ക്രീം പ്രൊഡക്റ്റാണ്. ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇതാ വരുന്നത് ഗൈസ്. ഇത് 4 ഷെയ്ഡ്സും ഉണ്ട്. 2 പൗഡർ ടൈപ്പും 2 ക്രീം ടൈപ്പും ആണ്. ഇത് ഐബ്രോ പാലറ്റാണ്. നമുക്കിപ്പം ഡിഫൈനൊക്കെ ചെയ്യണമെങ്കിലേ നമ്മൾ ഇത് വെച്ചൊക്കെ നമുക്ക് ഡിഫൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിന് റേറ്റ് വരുന്നത് 795 ആണ്. നെക്സ്റ്റ് ഇത് ബ്രൈഡ്സിനല്ല, ഞാൻ പേഴ്സണൽ യൂസിന് വാങ്ങിച്ചതാണ്. കളർ ക്വീൻ്റെ റെഡ് കുഷൻ ഫൗണ്ടേഷനാണിത്. ഞാൻ സത്യം പറയാം, റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അടിപൊളി സാധനമാണ് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. റെഡ് കുഷനാണിത്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഇത് പറഞ്ഞത്.
ഓപ്പൺ ടൈപ്പ്. ഇങ്ങനെയാണ് തുറക്കുന്നത്. കുറച്ച് ടൈറ്റാണ്, പക്ഷേ കുഴപ്പമില്ല. ഇത് പ്രസ് ചെയ്തെടുക്കുന്ന ഫൗണ്ടേഷനാണ്. ഇങ്ങനെയാണ്. നമുക്കിത് നല്ല പോലെ ബ്ലെൻഡാവും, നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡാവും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രസ്, ഇങ്ങനെ ഒരു ഇത് ചെയ്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ആ ഒരു ഭാഗം, ഇപ്പോൾ പിഗ്മെൻറ്റഡ് ആണെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് ഹൈഡായി കിട്ടും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ്, പക്ഷേ അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 03 ഷെയ്ഡാണ്. നമുക്കിതിൽ ഒരു 5-6 ഷെയ്ഡ്സ് ഉണ്ട്. ഡസ്ക് സ്കിൻ ടോൺ ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, നല്ല ഫെയർ ഉണ്ട്, മീഡിയം റേഞ്ചിലുണ്ട്. 03 ഒരു മീഡിയം റേഞ്ച് ഫൗണ്ടേഷനാണ്. നല്ലൊരു രസമില്ല ഇത് കാണാൻ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 749 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ നൈക്കയിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഡയറക്റ്റ് പോയി വാങ്ങിച്ചതാണ്, നൈക്കയിൽ വാങ്ങിച്ചതാണ്. അപ്പം എനിക്ക് ഐ തിങ്ക് 650 ആ ഒരു റേഞ്ചിൽ എനിക്ക് ഇത് കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുമ്പോഴത്തേക്ക് 749 റുപ്പീസ് ആവും. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്, അതാണ് ഇത്രയും റേറ്റ് വരുന്നത്. സോ നെക്സ്റ്റ് ടി ഫിറ്റിൻ്റെ ഒരു ചെറിയൊരു കൺസീലർ പാലറ്റാണ്. ഇത് അടിപൊളി സാധനമാണ്. എനിക്ക് നമുക്കിപ്പം നമുക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺസീലർ പാലറ്റ് നമുക്ക് യൂസ് ചെയ്ത് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം, കോണ്ടറായിട്ട് യൂസ് ചെയ്യാം, കൺസീലറായിട്ട് യൂസ് ചെയ്യാം. നമുക്കിത് എങ്ങനെ ടൈപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. 3 ഷെയ്ഡ്സ് ആണ് ഇതിൻ്റെ ഉള്ളത്. കാണിച്ചിട്ടുണ്ടെങ്കിൽ 3 ഷെയ്ഡ്സ് ആണ് ഇതിനുള്ളത്. ഒന്ന് നല്ല കോണ്ടോറിനുള്ള ഷെയ്ഡും, പിന്നെ ഒരു ഫൗണ്ടേഷനുള്ള ഷെയ്ഡുണ്ട്, ഒരു കൺസീലറിനുള്ള ഷെയ്ഡും ഉണ്ട്. നമുക്കിത് എങ്ങനെ വേണം നമുക്കിത് യൂസ് ചെയ്യാം. ഒരു ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം, കോണ്ടോറായിട്ട് യൂസ് ചെയ്യാം. കൺസീലർ നമുക്ക് അതിലും ലൈറ്റ് ഷെയ്ഡുണ്ട്, നമുക്ക് ആ കൺസീലറും യൂസ് ചെയ്യാം. അടിപൊളിയാണ്, ക്രീം ടൈപ്പാണ്. നമുക്കാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം നല്ലൊരു ടി ഫിറ്റിൻ്റെ കൺസീലർ പാലറ്റ്. ഇതിൻ്റെ 04 ഡാർക്ക് ഷെയ്ഡാണ്. നമുക്കിതിൽ 4 ഷെയ്ഡായിട്ട് അവൈലബിൾ ആണ്. ന്യൂട്രലുണ്ട്, വാമുണ്ട്, കൂളുണ്ട്, ഡാർക്കുണ്ട്. ഇത് 04 ഡാർക്കാണ്. ഡാർക്കിൽ 3 ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 867 ആണ്. ഐ തിങ്ക് ഇതിൽ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറയും തോന്നുന്നു, അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് 860 സംതിങ് എന്തോ ആയി. സോ നെക്സ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്ററും ബ്ലഷും ഒരു കോമ്പോയിൽ വരുന്ന ഒരു സംഭവമാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ലൊരു ഇതിൻ്റെ കവറിങ്ങും ഇതിൻ്റെ ഡിസൈൻസും ഒക്കെ നല്ലൊരു രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇത് കണ്ടിട്ടാണ് കേട്ടോ, ഇതിൻ്റെ കവറിങ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 ആണ്. 400 ആണ്, അഫോർഡബിൾ ആണ്. ഇത് കാണിച്ചു. സോ ഗൈസ്, ഇത് ഹൈലൈറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ താഴെ പറഞ്ഞത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം നമുക്ക്. ഇതാണ് സംഭവം. നല്ലൊരു ഷൈനിങ് ആണ്, അതിന് ഗ്ലോയും കൂടെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അടിപൊളി പ്രൊഡക്റ്റാണ് സ്വിസ് ബ്യൂട്ടിയുടെ. നെക്സ്റ്റ് വരുന്നത് ലിപ് ലൈനറാണ്. ലിപ് ലൈനറും ഷിമ്മർ കാജലാണ്. ഇത് ബ്രൗൺ ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇതൊന്ന് തീർന്നിട്ട് വേറെ രണ്ടാമത് ഞാനിത് പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. സോ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ അറിയാമല്ലോ, സ്വിസ് ബ്യൂട്ടിയുടെയും മാർസിൻ്റെയൊക്കെ ലിപ് ലൈനർ അടിപൊളി ലിപ് ലൈനറാണ്. നല്ല രസമാണ്. അതുപോലെ ഇത് ലോങ് ലാസ്റ്റിങ്ങും ആണ് ഈ സ്വിസ് ബ്യൂട്ടിയുടെയും മാർസിൻ്റെയും പ്രൊഡക്ട്സ് ഒക്കെ. സോ ഇത് രണ്ടെണ്ണമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 79 റുപ്പീസ്. ഇത് വരുന്നത് 69 റുപ്പീസ്. അത്രേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വരുന്നത് മാർസിൻ്റെ ഐഷാഡോ പാലറ്റാണ്. ഞാൻ ചെറിയൊരു ഐഷാഡോ പാലറ്റാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഷോപ്പാരലിൻ്റെയോ DRTൻ്റെയോ ഒന്നും വലിയ ഐഷാഡോ പാലറ്റ് വാങ്ങിച്ച് വെച്ചിട്ടില്ല. അതൊക്കെ നല്ല പ്രീമിയം പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇത് ഒരു ചെറിയൊരു അഫോർഡബിൾ റേറ്റിന് നമുക്ക് ഒരു ചെറിയ രീതിയിലൊക്കെ വർക്കൊക്കെ നമുക്ക് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് പ്രീമിയം പ്രൊഡക്റ്റിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ഒരു ചെറിയ ഐഷാഡോ പാലറ്റ് ഞാൻ വാങ്ങിച്ചാണ്. നമുക്ക് ഇത്രയും ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇത് മതിയാവും. നമുക്ക് കൂടുതൽ വലിയ ഷോപ്പാരലിൻ്റെയും DRTൻ്റെയും ഒന്നും വലിയ പാലറ്റ് വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യം ഒരു ബിഗ്നറിന് ആവശ്യമില്ല. നമുക്ക് പയ്യെ നമുക്ക് വാങ്ങിച്ച് നമുക്ക് പോവാം. അപ്പം ഇത്രയും ഷെയ്ഡ്സാണ്. ഇതിന് ഒരു ഷിമ്മർ മാത്രമാണ് പറഞ്ഞത്. നല്ല ഗ്ലിറ്ററിങ് ഷിമ്മർ ഒന്ന് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും ഷിമ്മറുണ്ട്. ഷിമ്മർ ഒരു 4 ഷിമ്മറും ബാക്കിയെല്ലാം ഒരു നോർമൽ പൗഡർ ടൈപ്പാണ് ഐഷാഡോ വരുന്നത്. ഇതാണ് മാർസിൻ്റെ ആണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ് മാർസിൻ്റെ. എൻ്റെ കയ്യിൽ മാക്സിമം മാർസിൻ്റെ പ്രൊഡക്റ്റാണ് ഉള്ളത്.
ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ആയാലും മാർസിൻ്റെ ആണ് നമുക്ക് വരുന്നത്. സോ നെക്സ്റ്റ് ഇൻസൈറ്റിൻ്റെ സ്കിൻ ടിൻ്റ് 5-in-1 ഫൗണ്ടേഷനാണ്. ഞാനിത് ഇതിൻ്റെ റിവ്യൂ ഞാൻ നോക്കി, എല്ലാവരും നല്ലൊരു റിവ്യൂ ആണ് ഇതിൻ്റെ പറയണത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. റീസൺ കൂടെ പറഞ്ഞു തരാം. ഇതിന് പല പല ഷെയ്ഡ്സ് ഉണ്ട്. ഇത് 2 വാനില ഫ്രേപ്പാണ് ഇതിൻ്റെ ഈ ഷെയ്ഡ്. പക്ഷേ ഇത് എൻ്റെ സ്കിൻ ടോണിന് ചേരാത്തതാണ്. അതാ എന്താണ് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഒരു കവറേജ് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കവറേജ് ഉണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് എന്താ പുട്ടി അടിച്ച് വെക്കൂലേ, ഇത് ഭയങ്കരമായിട്ട് പുട്ടിയായി പോകും എന്നുള്ളൊരു ഫീൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ വന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കിതൊരു ഇതായിട്ട് സെറമായിട്ടൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ബോട്ടോക്സ് പ്രൈമറൊക്കെ ചെറുതായിട്ട് നമുക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അതിലൂടെ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതാണിത്. ഇത് 5-in-1 മൾട്ടി ഫംഗ്ഷൻ സെറം ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ 5-in-1 ഒരു ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ, ആ ഒരു രീതി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 319 ആണ്. അത്യാവശ്യം ഒരു ലോ റേഞ്ച് ആണ്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും, എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ റിവ്യൂസൊക്കെ നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സോ ഗൈസ്, നെക്സ്റ്റ് വരുന്നത് ഫൗണ്ടേഷനും കൺസീലറും ആണിത്. മാർസിൻ്റെ ആണ്. എൻ്റെ പേഴ്സണലി എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്രൊഡക്ട്സ് ആണ് ഇത് രണ്ടെണ്ണം. അത്രയ്ക്ക് സൂപ്പറാണ് ഇത്. നമ്മളിപ്പം നമുക്ക് ചുമ്മാ ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്കിപ്പം ചുമ്മാ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ പോലും നമുക്ക് സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യം വരില്ല. കാരണം ഇത് SPF 50 PA++++ കുറേ പ്ലസ് ഉണ്ട്. അപ്പം ഇത് UV റേഡിയേഷൻ എന്ന് വെച്ചാൽ അൾട്രാ വയലറ്റ് ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് തരുന്ന 2 പ്രൊഡക്റ്റാണ്. ഞാനിത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ഫൗണ്ടേഷനാണിത്. ഇത് കൺസീലറാണ് കേട്ടോ. ഇത് ഡസ്കി സ്കിൻ ടോണാണ്. ഇത് എൻ്റെ സ്കിൻ ടോൺ അല്ല, ഇത് ഡസ്കി സ്കിൻ ടോണാണ്. ഈ ഒരു ഷെയ്ഡ് വരുന്നത് നോക്കൂ ഗൈസ്. അറിയുന്നുണ്ടോ ഞാൻ ഇട്ടതായിട്ട്? അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ആണ്. ഫുൾ കവറേജ് തരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഗൈസ്. ഞാൻ പറഞ്ഞാലും തീരില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഗസ്റ്റ് ലുക്കിനും എൻഗേജ്മെൻറ്റ് ലുക്കിനും ഒക്കെ നമുക്കിത് ചെയ്യാം. വേണ്ടി വന്നാൽ ഒരു ബ്രൈഡിന് ഒരു കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊടുക്കാം. ഇത് 08 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഡസ്കി സ്കിൻ ടോണാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നോർമലാണ്, 249 ഉള്ളൂ. നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഈ റേറ്റിന് നമുക്ക് വേർത്താണിത്. അടുത്ത ഫൗണ്ടേഷനും സെയിം അതുപോലെ തന്നെയാണ്. ഇതും ഒരു 07 ഷെയ്ഡാണ്. ഒരു ഡസ്കി സ്കിൻ ടോൺ ഡാർക്ക് ഷെയ്ഡാണ്. അത്യാവശ്യം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇത് നമ്മൾ കാണിച്ചു തരാം ഗൈസ്. ഡസ്കി സ്കിൻ ടോണാണ്. ഫുൾ കവറേജ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് എന്ന് അറിയത്തു കൂടിയില്ല, അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. കണ്ടോ, അറിയുന്നില്ല, നമ്മൾ ഇട്ടതായിട്ട് നമ്മൾ അറിയുന്നില്ല, അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റാണ്. ഇത് 07 ഷെയ്ഡാണ് കേട്ടോ. 07 ഷെയ്ഡാണ്. പല ഷെയ്ഡ്സ് ഉണ്ട് ഇതിൻ്റെ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ചുമ്മാ പറയണമല്ല, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു പ്രൊഡക്റ്റാണ്. സോ ഗൈസ്, ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലി 379 റുപ്പീസാണ്. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ റേറ്റിൽ ഇത് വർത്താണ്, നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ എൻ്റെ ഈ ഫൗണ്ടേഷൻ കൺസീലറാണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യണത്. വേറെ പിമ്പിൾസ് വരുന്നതോ അങ്ങനെ വേറെ ഇറിറ്റേഷൻസോ ഇച്ചിങ്ങോ അങ്ങനെ ഒന്നുമില്ല. അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ മാർസിൻ്റെ ഏതൊരു പ്രൊഡക്റ്റ് നമുക്ക് റേറ്റ് കുറവാണ് വരുന്നത്, പക്ഷേ അത് അടിപൊളി സാധനമാണ്, വർത്താണ്, നമുക്ക് സൂപ്പറാണ്. ഫൈനലായിട്ട് ഇത് ഞാൻ കാണിക്കേണ്ടെന്ന് വിചാരിച്ചാണ്, എന്നാലും വാങ്ങിച്ച സ്ഥിതിക്ക് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ഹാൻഡ് പഫും ബ്ലെൻഡറും കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എനിക്കിതിൻ്റെ ബോട്ടിൽസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് 349 ആണ്. വലിയ ഇതില്ല, നോർമൽ റേഞ്ചിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. സോ ഗൈസ്, ഫൈനലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ല, അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ഒരു
നല്ല നിറയെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. സോ അതെല്ലാം നിങ്ങൾ വേണം പറഞ്ഞു തരാൻ. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കത് മനസ്സിലാവൂ, എനിക്കത് അറിയാം. സോ ഗൈസ്, ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിറയെ ഇൻസെക്യൂരിറ്റീസും മിസ്റ്റേക്സും എല്ലാം എനിക്ക് ഉണ്ടാകാം. അതെല്ലാം ക്ഷമിച്ച് ഈ വീഡിയോ അവസാനം വരെ കാണണം. കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും എല്ലാം എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ. ബൈ ബൈ.